അയാളെവിടെ കാണുന്നില്ലോ. ഒന്നും മിണ്ടായിട്ടായിരുന്നു നമ്മളെ ഈ നാട്ടിലെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ? എന്ത് സംസാരിക്കും ഇവിടെ? എങ്ങനെ മിണ്ടായിരിക്കണം? ഞാനൊന്നും നമ്മളെ വരും. അതിനായി ഇവിടുന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ എന്ന് ഞാൻ ആദ്യം ചോദിച്ചത്, മനസ്സിലായോ? അതിനിവിടെ എവിടെ വഴി? ഇവിടെ 6-4 ഭിത്തിയും കഥവും മാത്രമേ ഉള്ളൂ. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ പോകാൻ? എന്നിട്ട് വേണം അയാൾ നമ്മളെ കൊല്ലാൻ. നിനക്ക് എപ്പോഴും നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. കൊല്ലും അയാൾ കൊല്ലുമെങ്കിൽ എനിക്കതിനെ പേടിയൊന്നുമില്ല. എത്ര ദിവസം ഇവിടെ കിടക്കുമെന്നറിയോ? ഗുഡ് ആഫ്റ്റർനൂൺ മിസ്റ്റർ അലക്സ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഐ തിങ്ക് ഇത് നമ്മുടെ ഫസ്റ്റ് സൈക്കോളജിക്കൽ അനാലിസിസ് ആണെന്ന് തോന്നുന്നു, ശരിയല്ലേ? അതെ ഡോക്ടർ. അലക്സിന്റെ മനസ്സിനുള്ളിലെ വിഷമങ്ങളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞോളൂ. നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ മറ്റൊരാളോട് തുറന്നു പറയുമ്പോഴല്ലേ കൂടുതൽ റിലീഫ് കിട്ടുക. എന്നെ ഒരു സൈക്കാട്രിസ്റ്റ് മാത്രമായി കാണണ്ട, ഒരു ഫ്രണ്ടായി കണ്ടോളൂ. എന്ത് പറയാനാ ഡോക്ടർ? എന്നെ വിട്ടുപോയ ആ ഒരു വ്യക്തി ഇനി തിരിച്ചു വരില്ല. എനിക്കൊരു നല്ലൊരു കാലം ഉണ്ടായിരുന്നു. ഞാൻ വിഷമം കൊണ്ട് പറയുമോ ഡോക്ടറെ? ഉള്ള സത്യമാണ്, എനിക്ക് വിഷമമാണ്, നല്ലൊരു വിഷമമാണ്. എന്തുമാത്രം ഞാൻ ശ്രമിച്ചെന്നറിയാമോ ആ ഒരു വ്യക്തിയെ മറക്കാൻ? എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തതാ. കാരണം എൻ്റെ കൂടെ കുറച്ചു കാലം ഉണ്ടായിരുന്നു, പക്ഷെ അത് ഒരുപാട് കാലം പോലെ എനിക്കത് ഫീൽ ചെയ്യുന്നു. എന്നെ ഒന്ന് സോൾമേറ്റ് എന്ന് വിളിക്കാൻ, എൻ്റെ പേര് അലക്സ് എന്നുള്ള പേര് വിളിക്കാൻ, അല്ലു എന്ന് വിളിക്കാൻ ഒരാളുണ്ടായിരുന്നു. എൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ, രാവിലെയും ഉച്ചയ്ക്കും എല്ലാം എൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ ആ ഒരു വ്യക്തി എൻ്റെ അടുത്ത് ഇപ്പം ഇല്ല ഡോക്ടർ. എന്നെ കൊണ്ട് മറക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഓർമ്മ മുഴുവനായിട്ട് ഇനി നഷ്ടപ്പെട്ടാൽ മാത്രമേ ആ ഒരു വ്യക്തി എനിക്ക് മറക്കാൻ പറ്റുള്ളൂ. എൻ്റെ മനസ്സിലുള്ള ഈ ദുഃഖം ഞാൻ ആരടുത്ത് പറയാനാണ്? ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് റിലീഫ് കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് എനിക്ക് ആ ഒരു വ്യക്തിയെ മറക്കാൻ. എൻ്റെ ഒരു സോൾമേറ്റ് ആയിരുന്നു അത്. എൻ്റെ മനസ്സിൽ നിന്ന് ആ വ്യക്തിയുടെ മുഖം മായുന്നതേ ഇല്ല. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടും എനിക്ക് അയാളെ മറക്കാൻ പറ്റുന്നില്ല. ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ എന്നെ ഒന്ന് സമാധാനപ്പെടുത്താൻ, എൻ്റെ മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് ആ ഒരു വ്യക്തി. അലക്സ്, ഇമോഷണൽ ആവാതെ.
ജോബി ജോൺ മാസ്റ്റർ. വൃത്തി അതെനിക്ക് മസ്റ്റാണ്. ഈ മുറിയില് തറയും വാഷ് ബേസിനും എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കണം. ഈ മഞ്ഞ ബോട്ടിൽ വാഷ് ബേസിനും ക്ലീൻ ചെയ്യണം. ഈ വെള്ള ബോട്ടിൽ തറ ക്ലീൻ ചെയ്യണം. ഈ മഞ്ഞ ബോട്ടിൽ കൊണ്ട് വാഷ് ബേസിൻ ക്ലീൻ ചെയ്യണം. ഈ വെള്ള ബോട്ടിൽ കൊണ്ട് ഈ ഫ്ലോർ ക്ലീൻ ചെയ്യണം. ഇവിടെ തനിക്ക് എന്താണ് വേണ്ടത്? താൻ എന്തിനാ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരുന്നത്? തന്റെ വാഷ് ബേസിൽ താൻ കഴിയണം ഞങ്ങൾ വിളിക്കുന്നത്. അതിന് ഞങ്ങളെ കിടന്നില്ല. ഞങ്ങൾ പോയിട്ട് വരാൻ കാണിക്കുന്നത് താൻ എന്തിനാ ഞങ്ങളെ കൊണ്ടുവന്നത്? തനിക്ക് എന്താ വേണ്ടാന്ന് പറ. ഞങ്ങൾ എന്ത് തെറ്റിയിട്ടാ ഞങ്ങളെ കൊണ്ടുവന്നിരുന്നത്? എല്ലാ അഭിനയമായിരുന്നു. എന്റെ അടുത്തുള്ള അഭിനയമായിരുന്നു. വെറുതെ സമയം പോകാനായിട്ട്, കൂടെ കൊണ്ടു നടക്കാനായിട്ട് ഓവർ എക്സ്പെക്ടേഷൻസ് തന്ന് എന്റെ ജീവിതത്തിന്റെ ഗ്രാഫ് എങ്ങനെയായിരുന്നു അറിയോ? ന്യൂട്രലായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഗ്രാഫായിരുന്നു. പെട്ടെന്നായിരുന്നു ആ ഒരു വ്യക്തി എന്റെ ജീവിതത്തിലേക്ക് കയറി വന്നത്. എന്റെ സന്തോഷങ്ങൾ ഉയർന്നു. ആ ഒരു വ്യക്തി എന്റെ ജീവിതത്തിൽ നിന്നും പോയപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന സ്റ്റേജിൽ നിന്നും ലെവൽ താഴേക്കാണ് പോയത്. അത് മുകളിലോട്ട് കയറുന്നില്ല. ഇപ്പോൾ ഫുൾ സാഡ്നെസ്സാ. പക്ഷേ ഞാന് ആ വ്യക്തിയെ മറന്നു. അങ്ങനെ ഒരാളിപ്പോൾ ഇല്ല. അയാൾ മരിച്ചു എന്ന് ഞാൻ വിചാരിക്കുക. അങ്ങനെ ഒരാളെ ഇല്ല. ഞാനെന്തിന് വെറുതെ അങ്ങനെ ഒരാളോർത്ത് വിഷമിക്കുന്നത്? ഒരു കാര്യവുമില്ല. വെറുതെ നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ വേണ്ടി ഓരോ വ്യക്തികൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ അവർ കാണുമെന്ന്. പക്ഷെ അതൊക്കെ വെറുതെ തോന്നല. പിന്നീട് നമ്മൾ ആ വ്യക്തിയെ കാണുമ്പോൾ നമ്മളോട് ആദ്യം സംസാരിച്ചിരുന്ന ആ വ്യക്തിയാണോ എന്ന് തന്നെ നമുക്ക് ഒരു സംശയം തോന്നിയേക്കാം. അതുകൊണ്ട് ഇതൊന്നും ഓർത്തിട്ട് ഒരു കാര്യവുമില്ല. നീ എന്തുകൊണ്ടാ ഇങ്ങനെ ഇരിക്കുന്ന? നീ ഡോക്ടർ തന്നെയാണോ? നിനക്കത് കേട്ടിട്ടൊന്നും തോന്നില്ലടാ.
ഇവിടെ മനസ്സ് ഇവിടെ വിഷമിച്ച് ഒരുത്തൻ ഇവിടെ പറയാൻ നേരത്തെ അവനവിടെ കസേരി ഇരിക്കുന്നവൻ ഇത്ര നോക്കുന്ന എന്നെ പിടിച്ചിവിടെ ഈ സമയം കളഞ്ഞിട്ട് നീ ഇവിടെ ഇരിക്കുന്നതാണ്. മനുഷ്യന്റെ സമയം നിനക്ക് അറിയില്ല. സമയം വിലപ്പെട്ട കാര്യമാണ്. മനുഷ്യന്റെ വിലപ്പെട്ട സമയത്താവൻ പിടിച്ചു തന്നെ ഇവിടെ അനാലിസിസ് കോപ്പുണ്ടാകാനെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ട് പിടിച്ച് ഇരുത്തിയിട്ടവൻ ഇരിക്കുന്ന കണ്ടില്ലേ. മനുഷ്യന്റെ സമയമാണ്. നീ ഇപ്പൊ എന്നെ ഇവിടെ പിടിച്ച് തിരിയുന്നില്ലേ? അതുപോലെയാണ് എന്റെ കുറെ മാസങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഒരു വ്യക്തിയെ കാരണം എന്റെ ജീവിതത്തിലെ കുറെ സമയങ്ങളാ പോയത്. കൂടെ നടന്നിട്ട് കൂടെ കുറെ സംസാരിച്ചിട്ട് എന്നിട്ട് അവ ഇരിയും മറ്റേ അനാലിസിസ് സ്റ്റുപ്പിഡ്. പിന്നെ ഞാൻ ഒരു കാര്യം ഞാൻ പറയുക, അത് തന്നെയല്ല ഞാൻ പറഞ്ഞ മറ്റേ എന്നെ വേണ്ടാത്ത ആളെ എനിക്ക് വേണ്ട. നമ്മളടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത, നമ്മളെ നോക്കി ഒരു പുഞ്ചിരി തരാൻ പറ്റാത്ത, അതിനുള്ള മനസ്സില്ലാത്ത, നമ്മളടുത്തൊന്ന് ഒരു വാക്ക് മിണ്ടാൻ പോലും മനസ്സില്ലാത്ത, നമ്മൾ പോയി ഒന്ന് ക്ഷമയോടെ വിഷമത്തോടെ സംസാരിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ സംസാരിക്കാൻ ഒരു താല്പര്യം പോലും കാണിക്കാത്ത ആ വ്യക്തി എന്റെ ലൈഫിലില്ല. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്. Alex, relax. I think you are not comfort, right? ഉണ്ടാകല്ലേ താനൊക്കെ കക്കൂസിന്റെ അത് കിടക്കുന്ന മലം പോലെ അത് ഫ്ലഷ് അടിച്ച് കളഞ്ഞ ഓടെ വല്ലതും പോയി കിടക്കും. അതുപോലെ ഞാൻ അടിച്ചാൽ ഓടെ വല്ലം പോയി കിടക്കും കേട്ടോടോ. I think we need a second psychological analysis other than you. എന്തോ പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞേ. We need a second psychological analysis other than this. It's only a dream. അത് വെറും ഒരു സ്വപ്നം മാത്രം. അതൊരു കനവ് മട്ടുമേ. ഇത് കേവലമൊക്കെ കല. ഇതു കേവല ಒಂದು ಕನಸು. यह केवल एक सपना है. इन्नहु मुजर्रदु हुल्म. ചുമ്മാ അല്ലേ നിന്റെ അടുത്ത് താല്പര്യം. എന്നെ മാത്രമല്ല നമ്മളെല്ലാവർക്കും താല്പര്യമോ നിന്നെയാണ് കൊണ്ടുപോയത്. നിന്നോടാണ് കൂടുതൽ താല്പര്യം. ഈ പ്രാന്തിന്റെ അടുത്ത് നമ്മൾ എങ്ങനെ രക്ഷപ്പെടുന്നു ആലോചിക്കാൻ.
നീ ആരാ? നീ ആരാ? ഞാൻ കേട്ടി. നിനക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 4 വയസ്സുണ്ട്. നിന്റെ പേരെന്തുവാ? എന്റെ പേര് റഹീം. നിന്റെ വീട് എവിടെയാ? എന്റെ വീട് ഒരുപാട് ദൂരെയാ. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അതല്ല അണ്ണ മോന് പിന്നെ പറഞ്ഞുതരാം. മോന്റെ വീട് എവിടാ? ഇതെന്റെ വീടാ. മോന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടില് എന്റെ പപ്പ, മമ്മി, പിന്നെ ഞാൻ. മോനെ, മോന്റെ പപ്പയും അമ്മ എവിടെ? പപ്പ അങ്ങ് വെളിയിൽ പോയി. മമ്മി എനിക്ക് വേണ്ടി അടുക്കളയിൽ നൂഡിൽസ് ഉണ്ടാക്കുക. എന്നാ ഞാൻ എന്നാ പോവാ, എനിക്ക് കാർട്ടൂൺ കാണണം. മമ്മി എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കി വെച്ചേക്കും. മോനെ നിക്ക്, മോനെ നിക്ക് 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 നിക്ക്. എനിക്ക് പോണം, എനിക്ക് കാർട്ടൂൺ കാണണം. നിക്ക് മോൻ നിക്ക്, അവിടെ നിക്ക്. എനിക്ക് കാർട്ടൂൺ കാണണം. കാർട്ടൂൺ നമ്മൾ കാണിച്ചില്ല, ഞങ്ങൾ കാണിച്ചില്ല. നിക്ക് അവിടെ നിക്ക്. എനിക്ക് കാർട്ടൂൺ കാണണം. അഞ്ചാറ് കാണിച്ചില്ല ഞങ്ങള്. അല്ലേ കാർട്ടൂൺ ഞങ്ങൾ കാർട്ടൂൺ കാണിച്ചില്ല, നല്ല കാർട്ടൂൺ കാണിച്ചില്ല. മോൻ അവിടെ നിക്ക്. ഞങ്ങൾ കാണിച്ചില്ല, മോൻ ഇഷ്ടമുള്ള കാർട്ടൂൺ കാണിച്ചില്ല. മോൻ അവിടെ നിക്ക്. മോൻ ഏത് കാർട്ടൂണാ കാണണ്ടേ? ഏത് കാർട്ടൂണാ കാണണ്ടേ? മോൻ എന്തു വേണ്ടേ? ഏതാ കാണേണ്ടത്? ഏതാ വേണ്ടേ? മോൻ ഏത് കാർട്ടൂണാ കാണണ്ടേ ഒന്ന് പറഞ്ഞേ. ഏത് കാർട്ടൂണാ മോന് വേണ്ടേ? കൊച്ചു ടി വി ആണോ? മോന് ഇഷ്ടമുള്ള കാർട്ടൂൺ ഞങ്ങൾ കാണിച്ചില്ല കേട്ടോ. ഏതാണ്? എനിക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ കാണിച്ചു തരുമോ? ആരും പെർമനന്റ് അല്ല. ഇന്നത്തെ കാലത്ത് ആരും പെർമനന്റ് അല്ല, എല്ലാരും ടെമ്പററി. നമ്മുടെ സമയം കളയാനായിട്ട് നമ്മളെ ഓമന പേരിട്ട് വിളിക്കുവന്, നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ തരുവന്. നമ്മളടുത്ത് വിളിക്കുന്ന വിളികളൊക്കെ അവര് മാറ്റും. ഓമന പേരിട്ട് വിളിക്കുന്ന വിളികളൊക്കെ മാറി അവര് നമ്മളെ ഇയാള്, താന്, നിങ്ങൾ, എടോ എന്നൊക്കെ വിളിക്കും. പക്ഷേ അതൊന്നും ഓർത്ത് നമ്മൾ വിഷമിക്കാൻ പാടില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, നമ്മുടെ വാക്കുകൾക്ക് വില നൽകുന്ന, നമ്മളെ കൂടെ നിൽക്കുന്ന മറ്റാൾക്കാർ ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് ഈ പന്ന ഡാഷ് മക്കളെയൊക്കെ ഒഴിവാക്കണം നമ്മുടെ മനസ്സിൽ നിന്ന്. അവരെയൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം നമ്മുടെ മനസ്സിൽ നിന്ന്. അവരെ നമ്മുടെ മനസ്സിൽ നിന്ന് പിഴുതെറിയണം. വെറുതെ പ്രതീക്ഷകൾ തരുന്നവരുടെ പിറകെ നമ്മൾ പോയിട്ടൊരു കാര്യവുമില്ല. നമ്മുടെ ജീവിതം അത് ഏറ്റവും വിലപ്പെട്ട കാര്യമാണ്. അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം പാഴാക്കരുത്. നമ്മുടെ ജീവിതം അവർക്ക് വേണ്ടി പാഴാക്കരുത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ജീവിതം വീണ്ടും നീണ്ടു കിടക്കുകയാണ്. ശരിയാ, നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് വേണ്ട. അല്ലെ, നമ്മളെന്തിനാ അങ്ങനെ ഒരാളെ വിഷമിക്കുന്നത്? പോകുന്നവരൊക്കെ പോട്ടെ. അങ്ങനെ ഒരാൾക്ക് വേണ്ടി യോബി എന്തിനാ ജീവിതം അവസാനിപ്പിക്കുന്നത്? അതിന് ആര് ജീവിതം അവസാനിപ്പിക്കുന്നു? ആര് ജീവിതം അവസാനിപ്പിക്കുന്നു? അത് താൻ നേരത്തെ പറഞ്ഞില്ലേ നേരത്തെ പേര് തോന്നു അലക്സ്. അവനെ കിട്ടത്തുള്ളവനൊക്കെ അവനാണ് ഒരു മനോധൈര്യമില്ലാതെ ഒരുമാതിരി നടക്കണവൻ. ഒരു മനോധൈര്യം അവനില്ല. എന്നെ കണ്ടുപിടി, സ്ട്രോങ് ആണ് ഞാൻ.
ആത്മഹത്യ ചെയ്യാൻ പോകും. വേണ്ട, കാശുകൾക്ക് വേണ്ടിയൊന്നും ആത്മഹത്യ ചെയ്യാൻ എന്നെ കിട്ടത്തില്ല. കുറെ എണ്ണം പ്രതീക്ഷകൾ നൽകി നമ്മളെ സമയം ഇങ്ങനെ കെടുത്തി. പിന്നെ നമ്മളെ ജീവിതത്തിൽ വെറുതെ ഡിപ്രഷൻ അടിച്ചിരിക്കണോ? അതിനൊന്നും അല്ല നമ്മുടെ ജീവിതം. കുറെ എണ്ണം സോൾമേറ്റ് ആണെന്നും പറഞ്ഞ് നടക്കും, പ്രതീക്ഷകൾ നൽകി. സോൾമേറ്റ് എന്നുള്ള ഒരു വാക്കിന് ഒരു അർത്ഥമുണ്ട്. ആ വാക്കിന്റെ അർത്ഥത്തിന് വില കൊടുക്കണം. അങ്ങനെ പറഞ്ഞു നടന്നിട്ട് നമ്മളെ കണ്ടിട്ട് നമ്മുടെ മുമ്പിലൂടെ നമ്മളെ പോലും നോക്കാതെ നടക്കും. നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകി. അത് മാത്രവുമല്ല, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുക, അത് ഓർത്തു വെച്ചോ. ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാകുന്ന സന്ദർഭം ഏതെന്ന് അറിയാവോ? ഒരു വ്യക്തി, ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക്, ആരും സംസാരിക്കാനില്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ എടുത്ത് വന്ന് സൗഹൃദം കാണിച്ച് സന്തോഷം, അമിതമായിട്ട് സന്തോഷം നൽകിയിട്ട് അതേ വ്യക്തിക്ക് തന്നെ വീണ്ടും ഒറ്റപ്പെടുത്തുന്ന ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു സന്ദർഭം, അതാണ് ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ആ ഒരു നിമിഷം. ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സന്തോഷം നൽകിയിട്ട് ആ വ്യക്തിയിൽ നിന്നും അകന്നു പോവുക, അത് വല്ലാത്തൊരു വിഷമമുള്ള ഒരു സന്ദർഭമാണ്. മോനെ, ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങി പോകാനുള്ള വഴി മോൻ കാണിച്ചു തരുമോ? എന്റെ അമ്മ വഴക്ക് പറയും. മോൻ ഞങ്ങൾക്ക് ഇറങ്ങി പോകാനുള്ള വഴി കാണിച്ചു തന്നില്ലെങ്കിൽ കോക്കാച്ചി ഒന്ന് മോനെ പിടിച്ചോണ്ടു പോകും. കോക്കാച്ചി വരുവോ? ആ കോക്കാച്ചി വരും, മോനെ പിടിച്ചോണ്ടു പോകും. വലിയ കണ്ണും നീണ്ട നാക്കും കൂർത്ത പല്ലും ഒക്കെ ഉണ്ട്. മോനെ ഒന്ന് പിടിച്ച് ഞെക്കി മോനെ ചോരയൊക്കെ ഊറ്റി കുടിക്കും കോക്കാച്ചി, അറിയോ? വലിയ നീണ്ട വാലൊക്കെ ഉണ്ട്. കോക്കാച്ചി വന്നാ മോനെ കൊല്ലും. കോക്കാച്ചി മോനെ കൊല്ലും, മോനെ കുത്തി കീറും. ആ, ഭയങ്കര അപകടകാരിയാ കോക്കാച്ചി, അറിയോ? ജീവൻ എടുത്തിട്ട് മോനെ എന്തായാലും കൊല്ലും. പിച്ചി ചീന്തികളെ വളഞ്ഞു പിടിച്ച് നഖം കൊണ്ട് മോന് ദേഹത്ത് മുറിവുണ്ടാക്കും, അറിയാം? കീറിക്കളയും. പിന്നെ മോനെ ഒരു രക്ഷയില്ല, മര്യാദയ്ക്ക് വഴി കാണിച്ചു. ഞാൻ ഇറങ്ങി പോകാനുള്ള വഴി കാണിച്ചു. അതെ, ഇവിടുന്ന് ഇറങ്ങി പോകാനുള്ള വഴി കാണിച്ചു. ആരുമില്ലേ? ഓർക്കാൻ പറ്റുന്നില്ല. രക്ഷപ്പെടാനുള്ള വഴി നോക്കിയതാണല്ലേ? അത് വെറും ഒരു സ്വപ്നം മാത്രം.
നല്ല ചുമയുണ്ടല്ലോ. എത്ര നാളായി ചുമ തുടങ്ങിയിട്ട്? എനിക്ക് ആസ്മയുണ്ട്. മെഡിസിൻസ് ഒന്നും കഴിക്കുന്നില്ലേ? ഇല്ല, കഴിക്കുന്നില്ല. ആ, അതാ കാര്യം. ഞാൻ കുറച്ച് ആത്മയ്ക്കുള്ള കുറച്ച് മെഡിസിൻസ് പറഞ്ഞില്ല. അപ്പൊ കുറച്ച് ആത്മ മെഡിസിൻസ് പറഞ്ഞുതരാം. ഞാൻ കുറിച്ച് തരാം. കോർട്ടിക്കോസ്റ്റീറോയിഡ് കഴിക്കണം. ആൽബുട്രോൾ, എസ്മെനസ് HFA, എസ്മെനസ് ടുഷേലർ, ബ്യൂഡസിനോട്ട്, സൈക്ലോസിനോട്ട്, ഒമാലിസുമാബ്, മീഥൈൽ സാൻഡൈൻസ്. അപ്പൊ ചോദിച്ചാൽ ഞാൻ ഡോക്ടർ സാമുവൽ. ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്, സൈക്യാട്രിസ്റ്റ്. പഠിച്ചതൊക്കെ എവിടെയാ? MBBS കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സൈക്യാട്രിക് MD എടുത്തത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലും. എനിക്ക് കുറച്ച് സൈക്കാട്രിക് മെഡിസിൻസ് പറഞ്ഞു തരാമോ? ഷുവർ. ആർക്ക് വേണ്ടിയാണ്? എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാണ്. ഓക്കെ. ആക്ച്വലി ഇതൊന്നും മെഡിക്കൽ സ്റ്റോറിൽ പോയി ഡയറക്റ്റ് ചോദിച്ചാൽ അവർ തരില്ല. ഈ കുറിപ്പ് എഴുതി തരാം. അത് നിങ്ങൾ ചെന്ന് മെഡിക്കൽ സ്റ്റോറിൽ പറഞ്ഞിട്ട് ഡോക്ടർ സാമുവൽ പറഞ്ഞാൽ സൈക്യാട്രിസ്റ്റ്. അപ്പം മെഡിസിൻസ് പറഞ്ഞുതരാം. സൈക്യാട്രിക് മെഡിസിൻസ്: ഡയസെപ്പം, ബോണാസെപ്പം, എസനാപ്പിൻ, കാലിപ്പെരിഡോൾ, ലോസ്ട്രാമിൻ, അൽപ്രാസോളാം, ഡോസുലെപ്പിൻ, ബീറ്റാ ബ്ലോക്കേഴ്സ്, ടൈറ്റോക്സിൻ, സെനാക്സ്, ഒറാബ്, ഒലീന, സ്റ്റോപ്പിക്ലോൺ, സെട്രായിഡും ചെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് സൈക്കാട്രിക് ഡിസോർഡേഴ്സിനെ കുറിച്ച് വലിയ അറിവില്ല, അതുകൂടി ഒന്ന് പറഞ്ഞു തരാമോ? വൈനോ? നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കത് ഡൈജസ്റ്റ് ആകുമോ എന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ പറഞ്ഞു തരാം. കുറച്ച് സൈക്യാട്രിക് ഡിസോർഡേഴ്സ് പറഞ്ഞുതരാം. സ്കിസോഫ്രീനിയ, ന്യൂറോസിസ്, പാരനോയിയ, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അഥവാ OCD. ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ, OCD എന്ന് പറയുമ്പോൾ, ഒരു വ്യക്തിക്ക് ഒരു കമ്പൽഷൻ, ഒബ്സസീവ് കമ്പൽഷൻ ഉണ്ടാവും. ഒരു ഒബ്ജക്റ്റ് ഇരിക്കുമ്പോൾ അത് നേരെ ഉള്ള പൊസിഷനിൽ ഇരിക്കണമെന്ന് അതിനൊരു ഓവറായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും, ഒരു കമ്പൽഷൻ. അവനത് കറക്റ്റ് പൊസിഷനിൽ ഇരിക്കണം എന്ന് അവന് ഒരു മസ്റ്റ് ആയിരിക്കും അവന്റെ ഇന്റേണൽ തോട്ടിൽ. പിന്നെ അടുത്ത കുറച്ച് സൈക്കാട്രിക് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇറോട്ടോമാനിയ, മിത്തോമാനിയ, സ്റ്റെൻഡാൽ സിൻഡ്രോം, കാപ്ഗ്രാസ് സിൻഡ്രോം, വാക്കിംഗ് കോപ്പ് സിൻഡ്രോം, ക്ലിനിക്കൽ ലൈക്കാൻത്രോപ്പി, ഏലിയൻ ഹാൻഡ് സിൻഡ്രോം, ബ്രുക്സിസം, ബോഡി ഡിസ്മോർഫി, പീക്ക, ഡെല്യൂഷൻ, അനോറക്സിയ, എക്സിബിഷനിസം, ബുൽമിയ, ഡിസ്ലെക്സിയ, ഇറോട്ടോമാനിയ, ഹൈപ്പോകോൺഡ്രിയാസിസ്, ഹിസ്റ്റീരിയ, മഞ്ചോസൺ സിൻഡ്രോം. സോ പേഷ്യൻസ്, ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ്മോർട്ടത്തിനെ കുറിച്ച് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഞാൻ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ്. മെഡിക്കൽ പരമായിട്ടുള്ള കുറച്ച് നോട്ടാണ് പോസ്റ്റ്മോർട്ടത്തിനെ കുറിച്ച്. ഈ മെഡിക്കൽ ടൈമിൽ പോസ്റ്റ്മോർട്ടത്തിനെ ഓട്ടോപ്സി എന്ന് പറയും. ഈ ഓട്ടോപ്സി എന്നുള്ള വാക്ക് ഗ്രീക്ക് ടൈമായിട്ടുള്ള ഓട്ടോപ്സിയ എന്നുള്ള വാക്കിൽ നിന്നാണ് വന്നത്. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കലായിട്ട് പോസ്റ്റ്മോർട്ടം BC 3000 മുതലേ വന്നിട്ടുണ്ട്. ഈജിപ്തിൽ ഈ മമ്മി ഉണ്ടാക്കാൻ വേണ്ടി പോസ്റ്റ്മോർട്ടം, അത് നമുക്ക് അതിനൊരു ഇതാണ്, തെളിവാണ്. അതേപോലെ തന്നെ BC 44 ജൂലിയസ് സീസർ മരണപ്പെട്ടപ്പോ ജൂലിയസ് സീസറിനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ ആ ഓട്ടോപ്സി റിപ്പോർട്ടിലാണ് പറഞ്ഞത് സെക്കൻഡ് സ്കാൻ, രണ്ടാമത്തെ കുത്തിലാണ് ജൂലിയസ് സീസർ മരണപ്പെട്ട എന്നൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ നമുക്ക് മനസ്സിലാക്കാം ചരിത്രപരമായിട്ട് പണ്ട് മുതലേ BC
3000 BC 44 കാലഘട്ടത്തിലെ പോസ്റ്റ്മോർട്ടം എന്നുള്ള കാര്യം ഉണ്ടായിരുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് ടൈപ്സ് ഓഫ് പോസ്റ്റ്മോർട്ടം പറഞ്ഞുതരാം. പോസ്റ്റ്മോർട്ടം പ്രധാനമായിട്ടും 4 പോസ്റ്റ്മോർട്ടംസ് ആണ് ഉള്ളത്. ഫോറൻസിക് ഓട്ടോപ്സി, ക്ലിനിക്കൽ ഓട്ടോപ്സി, അക്കാഡമിക് ഓട്ടോപ്സി, വിർച്വൽ ഇമേജിംഗ് ഓട്ടോപ്സി. ഒരു റൂൾ ഉണ്ട്, അതായത് ഈ പോസ്റ്റ്മോർട്ടത്തിനായിട്ടുള്ള ഒരു റൂൾ ഉണ്ട്. വൈകിട്ട് 5 മണിക്ക് മുമ്പേ പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കണം എന്നൊരു സ്പെഷ്യൽ റൂൾ ഉണ്ട്. അതായത് അതിനൊരു പ്രത്യേക തരമായിട്ടൊരു കാരണമുണ്ട്. 5 മണിക്ക് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്തു കഴിഞ്ഞാൽ ചില ഇഞ്ചുറീസ്, അതായത് ചില മുറിവുകൾ നമുക്ക് കാണാൻ പറ്റില്ല. അത് ഇൻവിസിബിൾ ആയിരിക്കും, അത് വിസിബിൾ ആയില്ല. അതുകൊണ്ട് 5 മണിക്ക് മുമ്പ് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കണം. ഡേ ലൈറ്റിൽ മാത്രമേ ചില തരത്തിലുള്ള മുറിവുകൾ കാണാൻ പറ്റുള്ളൂ. ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി ഈ മോർച്ചറിയിൽ കിടത്തുമ്പോൾ നമ്മൾ ആ മരണ കാരണം കണ്ടുപിടിക്കാനാണ് മെയിനായിട്ട് പോസ്റ്റ്മോർട്ടം, അതായത് ഓട്ടോപ്സി, മെഡിക്കൽ പരമായിട്ട് ഓട്ടോപ്സി നടത്തുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ആദ്യമായി നമ്മുടെ ഈ ബോഡി അഴുകിയ ശരീരം അല്ലെങ്കിൽ ആ ബോഡിയുടെ ഫിംഗർ പ്രിന്റ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഴുകിയ ശരീരമാണെങ്കിൽ ആ ശരീരത്തിലെ ആ കൈയുടെ തൊലി കുറച്ച് ഒന്ന് സ്ലൈസ് ആയിട്ട് നമ്മൾ കീറിയിട്ട് ആ തൊലിയെ നമ്മൾ കൈ ഗ്ലൗസിന്റെ ആകൃതിയിൽ നമ്മുടെ പാത്തോളജിസ്റ്റ്മാർ ധരിച്ചിട്ട് അത് പേപ്പറിൽ ഫിംഗർ പ്രിന്റ് എടുക്കും. അതുപോലെ തന്നെ ഈ ഫുൾ ബോഡി നമ്മളെ എക്സ്റേ എടുക്കും. ഫുൾ ബോഡി പിന്നീട് ഈ മൃതദേഹത്തിന്റെ ഫുൾ ബോഡി എക്സ്റേ എടുക്കുമ്പോൾ മുറിവ്, ചതവ്, വെടിയുണ്ട മുതലായവ കണ്ടെത്താനാണ്. എക്സ്റേ സ്പെക്ട്രോമെട്രി എന്ന പ്രത്യേക സംവിധാനം ഉപയോഗിച്ചാണ് വെടിമരുന്നിന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നത്. കണ്ണിൽ നിന്ന് ഒരു ദ്രാവകം എടുക്കും, ഒരു ജെല്ല് പോലെയുള്ള വിട്രിയസ് ഫ്ലൂയിഡ്. അതുപോലെ തന്നെ രക്തം പരിശോധിക്കും. ഇതിലൂടെ വിഷബാധ പോലുള്ള മരണകാരണങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ശരീരത്തിലെ നെഞ്ചിന്റെ ഭാഗം കീറുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഒരു ബ്ലേഡ് ഉപയോഗിച്ചാണ് നമ്മുടെ ബോഡിയിലെ നെഞ്ചി ഭാഗം കീറുന്നത്. അതിന് സ്കേപ്പൽ സർജിക്കൽ ബ്ലേഡ് അതാണ് യൂസ് ചെയ്യുന്നത്. ചില അവയവങ്ങൾ ഫോർമാലിന് ഇട്ട് വെക്കും. അതുപോലെ ക്രോമാറ്റോഗ്രാഫി ടെസ്റ്റ് ബ്ലഡ് സാമ്പിളിന്റെ കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇന്റസ്റ്റൈനും സ്റ്റൊമക്കിലെ ദ്രാവകങ്ങളും പുറത്തേക്കെടുത്ത് അതിന്റെ ഭാരവും അളക്കും. മരണസമയവും കാരണവും കണ്ടുപിടിക്കാനാണ് ഈ ദ്രാവകങ്ങളിൽ നിന്ന്. ദഹിക്കാത്ത ഭക്ഷണത്തിന്റെ അംശം ലഭിച്ചാൽ മരണം നടന്നത് ഭക്ഷണം കഴിച്ച് 1 മണിക്കൂറിനുള്ളിലായിരിക്കും. അഥവാ അംശം ഒന്നും ലഭിച്ചില്ലെങ്കിൽ 4 മുതൽ 5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ്, അതായത് ഭക്ഷണം കഴിച്ച് 4 മുതൽ 5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് മരണം നടന്നിട്ടുള്ളത്. ഓട്ടോപ്സിയുടെ അവസാന ഘട്ടത്തിൽ തലച്ചോറെടുക്കും, തലച്ചോറ് പരിശോധിക്കും. സെമി സർക്കുലർ ബ്ലേഡ് ഉപയോഗിച്ച് തലയങ്ങ് കീറും. തല കീറിയിട്ട് തൊപ്പി പോലെ തല മണ്ടയിലോട്ടാക്കും. എന്നിട്ട് ആ തലച്ചോറ് അങ്ങോട്ട് എടുക്കും. എടുത്തിട്ട് അതിന്റെ വെയിറ്റ് തൂക്കും. എന്നിട്ട് ഒക്കുമെങ്കിൽ ഫോർമാലിന് അതിലും അങ്ങോട്ട് വയ്ക്കും. എന്നിട്ട് ലാസ്റ്റ് സംഭവം, പോസ്റ്റ്മോർട്ടത്തിന്റെ ലാസ്റ്റ് സംഭവം, ഈ എടുത്ത അവയവങ്ങളെല്ലാം കൂടി വീണ്ടും അതേ ഭാഗത്തോട്ടെടുത്ത് വെക്കും ബോഡിയുടെ. എന്നിട്ട് ഒരു പ്രത്യേകതരം ഒരു സ്റ്റിച്ചിങ് ഉണ്ട്, ബേസ്ബോൾ സ്റ്റിച്ചിങ്. ആ വെച്ച അവയവങ്ങളെല്ലാം എടുത്ത് അതാത് ഭാഗത്ത് വെച്ചിട്ട് തുന്നി 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 തയ്ക്കും. എന്നിട്ട് നെറ്റി ഭാഗത്ത് തുന്നി തയ്ക്കും. ഇതാണ് പോസ്റ്റ്മോർട്ടം ഓട്ടോപ്സി, മെഡിക്കൽ പരമായിട്ട് ഓട്ടോപ്സി എന്ന് പറയും. അപ്പോൾ പേഷ്യൻസ് ഞാനൊരു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോവുക, കാണാൻ വരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് കാണാനും ചെയ്യാനും നല്ല ധൈര്യമുണ്ട്. ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് 3 പേർക്കും നല്ല ഹാർട്ട് ബീറ്റ് കൂടുതലാണ്, ധൈര്യം വളരെ കുറവാണ്. ഇത് ചെയ്യണമെങ്കിൽ, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതും കാണണമെങ്കിൽ നല്ല ധൈര്യം വേണം. അപ്പോ നിങ്ങൾക്ക് ധൈര്യമില്ല. ഞാനെന്നാ പോയിട്ട് മോർച്ചറിയിലിട്ട് പോയിട്ട് പോസ്റ്റ്മോർട്ടം ഒന്ന് ചെയ്തിട്ട് വരാം. ശരി.
الله أكبر الله أكبر الله أكبر الله أكبر. എനിക്ക് നിസ്കരിക്കാൻ സമയമായി. അസറിന്റെ ബാങ്ക് വിളിച്ച്. നിങ്ങൾ ദൈവവിശ്വാസിയാണ്. ഞാൻ കർത്താവിനെ വിശ്വസിക്കുന്നയാളാണ്. ഞാൻ എന്നും ബൈബിൾ വായിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മത്തായി 21-22 അധ്യായത്തിൽ പറയുന്നു. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാലും അവൻ എന്ത് പ്രയോജനം? മത്തായി 16-26 അധ്യായത്തിൽ പറയുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളു, നിങ്ങൾ ശാന്തരായിരിക്കും. പുറപ്പാട് 14-14 അധ്യായത്തിൽ പറയുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നമ്മുടെ ആത്മാവിന്റെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഫിലേമോൻ 1:25 അധ്യായത്തിൽ പറയുന്നുണ്ട്. നിങ്ങളാരാണ്? ഞാൻ ഭഗവത്ഗീതയിൽ വിശ്വസിക്കുന്നയാളാണ്. ഞാൻ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവം ശ്രീകൃഷ്ണനാണ്. ഞാൻ എന്നും സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് ശ്ലോകങ്ങൾ ചൊല്ലാറും ഭഗവാന്റെ സാന്നിധ്യം. സർവലോക മഹേശ്വരം സർവഭൂതാത്മനും സത്യം ധ്യാജാസ്തമ ഇതി പുനഃപ്രകൃതി സംഭവ. റബ്ബേ, അസ്സലാമു അലൈക്കും. ഞാൻ അള്ളാഹുവിനെ വിശ്വസിക്കുന്നയാളാണ്. ഞാൻ എന്നും 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കുന്നയാളാണ്. ഞാൻ ഫാത്തിഹ ഓതാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. This is Rorschach ink flow test. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്കിപ്പോൾ ലിയോണാർഡോ ഡാവിഞ്ചിയുടെ ഒരു കോട്ടാണ് ഓർമ്മ വരുന്നത്. ആർട്ട് ഈസ് നെവർ ഫിനിഷ്ഡ്
only abandoned. നിങ്ങളാരാണ്? I am an artist. ഞാൻ കുറച്ച് ഗ്രാഫൈറ്റ് പെൻസിലിന്റെ ഗ്രേഡിംഗ് സ്കെയിൽ പറഞ്ഞു തരാം. അത് ഒരു സ്കെയിലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. 9H to 2H ഒരു പോയിന്റാണ്. HF, HB, B, 2B to 9B അതൊരു ഗ്രാഫൈറ്റ് പെൻസിലിന്റെ ഗ്രേഡിംഗ് സ്കെയിലാണ്. അതാണ് നമ്മുടെ ഒരു കലാകാരന്റെ മനസ്സിൽ പ്രധാനമായിട്ടും വേണ്ടത്, ആ ഗ്രാഫൈറ്റ് പെൻസിലിന്റെ ഗ്രേഡിംഗ് സ്കെയിലാണ്. ഇനി ഞാൻ ഒരു ആർട്ടിസ്റ്റിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു തിയറി ഞാൻ പറഞ്ഞു തരാം. ഒരു കളർ തിയറിയാണ്. ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ ഇതെല്ലാം കൂൾ കളേഴ്സ് ആണ്. റെഡ്, ഓറഞ്ച്, യെല്ലോ ഇതെല്ലാം വാം കളേഴ്സ് ആണ്. ഇനി ഞാൻ കുറച്ച് കളർ മിക്സിംഗ് പറഞ്ഞുതരാം. ഒരു കളർ മറ്റൊരു കളറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ ഒരു കളർ കിട്ടും. അതാണ് കളർ മിക്സിംഗിൽ പറയുന്നത്. ഒരു റെഡ് കളറും ഒരു യെല്ലോ കളറും കൂടി മിക്സ് ചെയ്താൽ ഓറഞ്ച് കളർ കിട്ടും. യെല്ലോ പ്ലസ് ബ്ലൂ ഗ്രീൻ കളർ കിട്ടും. റോസ് പ്ലസ് ഗ്രീൻ മെറൂൺ കളർ കിട്ടും. മെറ്റാലിക് പർപ്പിൾ പ്ലസ് നിയോൺ യെല്ലോ ഹാർവസ്റ്റ് ഗോൾഡ് കളർ കിട്ടും. അതാണ് കളർ മിക്സിംഗ്. ഞമ്മൾ ആരിഫ ബീവിയാണേ. ഓന് ലത്തീഫ് ഉസ്താദിനെ അറിയാവാനേ? ഞമ്മള് ലത്തീഫ് ഉസ്താദിന്റെ ബീവിയാ. ഓനെ ഓന് സുഖം തന്നെയാണേ. ഞമ്മക്ക് നാളെ ഒരു നിക്കാഹുണ്ടോനെ. ഞമ്മളെ കൂടെ പഠിച്ച ഒരു പയ്യന്റെ നിക്കാഹ. ഞമ്മൾ ഒരുമിച്ച് 8ാം ക്ലാസ്സിൽ പഠിച്ചതാ. അവനിപ്പം പഠിച്ച് വലിയ ഡോക്ടറായി. അവന്റെ കല്യാണമാവനെ. ഓന്റെ നിക്കാഹിന് എനിക്ക് പോണം. ഞമ്മള് 8ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച് അവൻ വലിയ ഡോക്ടറായി. ഞമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച് 8 നില പൊട്ടിയോനെ. ഞമ്മക്ക് അസറ നിസ്കരിച്ചിട്ട് ഓന്റെ കല്യാണത്തിന് വേണ്ടിയുള്ള ഡിന്നർ സെറ്റ് വാങ്ങാൻ പോണം. നാളെ നിക്കാഹ് 12:30ക്കും 1 മണിക്കും ഇടയ്ക്കാ. അങ്ങ് കഴക്കൂട്ടത്ത് അൽസാദിൽ വെച്ചാ നിക്കാഹ്. അപ്പം ഞമ്മളെന്നാ പോയി അസറ നിസ്കരിച്ചിട്ട് വരാം. മക്കളൂടെ ഇരിക്കി. ഞമ്മളെ കെട്ടിയോൻ ലത്തീഫ് ഉസ്താദ് പള്ളിയിൽ പോയേക്കുവാ. ഞമ്മള് നിസ്കാരം ഒന്നും മുടക്കാറില്ല മോനെ. ഞമ്മളെന്നാ നിസ്കരിച്ചിട്ട് വരാം. അല്ലാഹു അക്ബർ. ഓക്കെ, എന്റെ സൈക്കോ അനാലിസിസ് പൂർത്തിയായിരിക്കുന്നു. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ഡിസോസിറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. അസ്സലാമു അലൈക്കും.
വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഓനെ ഓനെ ഞമ്മള് നിസ്കരിച്ചു വരുന്നു. ഇനി ഞമ്മക്ക് നേരത്തെ പറഞ്ഞ നിക്കാഹിനുള്ള സാധനം വാങ്ങാൻ പോണം. നിങ്ങൾ ആരാ? ഞമ്മള് നേരത്തെ പറഞ്ഞില്ലേ, ഞമ്മള് ആരിഫ ബീവി. ഓനെ നിങ്ങൾക്ക് ടോട്ടൽ 23 പേഴ്സണാലിറ്റീസ് ആണുള്ളത്. നിങ്ങൾക്ക് 7 തരത്തിലുള്ള പേഴ്സണാലിറ്റീസ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, പിന്നെ സ്പിരിച്വൽ നോളജുള്ളതാണ്, ഡോക്ടർ നോളജുള്ളതാണ്, അതായത് മെഡിക്കൽ ടേംസിനെ കുറിച്ച്. പിന്നെ നിങ്ങൾ ആർട്ടിസ്റ്റ് ആണ്. പിന്നെ നിങ്ങൾ ചൈൽഡിഷ് ആയി, അതായത് കുട്ടിത്തം പോലെ പെരുമാറും. പിന്നെ നിങ്ങൾ സ്ത്രീ കഥാപാത്രമാകും. പിന്നെ ഒരു ഗേ ക്യാരക്ടർ. ഇതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട 7 പേഴ്സണാലിറ്റി. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, നിങ്ങളുടെ ഈ 23 പേഴ്സണാലിറ്റീസ് അല്ലാതെ 24മതൊരെണ്ണം കൂടി വരാൻ സാധ്യതയുണ്ട്. അത് അത്യന്തം അപകടകാരിയായ ഒരു പേഴ്സണാലിറ്റിയാണ്. അത് വരാതെ സൂക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മക്കള് പേടിച്ചു പോയാ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബേജാറായിരിക്കണത്? മക്കൾ പേടിച്ചു പോയാ? താത്ത ചുമ്മാ കളിച്ചതല്ലേ അവനെ. ഇതൊക്കെ താത്താടെ കളികളാ. ആ Ben bir kahramanım ve bir kutlu adamım. മോനെ, അവിടെ ആരെ ബെല്ലടിച്ച്? ഞമ്മളെ കെട്ടിയവനാണെന്ന് തോന്നുന്നു. പള്ളിയിൽ പോയിട്ട് വന്നതാ. ഞമ്മളെന്നാ കഥ പോയി വന്നിട്ട് വരാം. മക്കൾ ഇവിടെ ഉണ്ടായിരിക്കണേ. നമ്മളെ കെട്ടിയവൻ ഇപ്പം വരും. ശബ്ദം വെക്കാതിരിക്കണം. നമ്മളെ കെട്ടിയവൻ എത്തിപ്പോത്താതെ ഭയങ്കര കുഴപ്പാ. മദ്രസയില് പിള്ളേരെ എല്ലാം ചൂരല് വെച്ച് അടിക്കും. അതേപോലെ മക്കളെ അടിക്കും. എന്തായിരിക്കണം? ഞമ്മളെന്താ പോയിട്ട് വരാം. അസ്സലാമു അലൈക്കും താത്ത. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഓനെ താത്ത കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? അതിനിപ്പോ എന്ത് ഓനെ? ഞമ്മള് ഓന് വെള്ളം തരാം. ഞാൻ അകത്തോട്ട് കയറി വരട്ടാ. ഹൈമാരെ, ഞമ്മളെ കെട്ടിയോൻ ഇവിടെ ഇല്ല. ഞമ്മളെ കെട്ടിയോൻ പള്ളിയിൽ പോയേക്കുവാ. കെട്ടിയോൻ ഇല്ലാത്ത നേരത്ത് ഓൻ കയറി വരുവാ. പോനെ. താത്താവിന്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് താത്ത ഒരു പാവമാണ്, എന്താവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മതിയെന്ന് താത്താവിന്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതെ, നമ്മളെ ലത്തീഫ് ഉസ്താദാ. ഓനെ അസ്തഗ്ഫിറുല്ലാഹ്. വാ കേറി വാ ഓനെ. വാ കേറി വാ. വാ ഓനെ. ഓൻ വരി. ഓനെ ഓനെ ഞമ്മളെ ഓന് വെള്ളം മാത്രമല്ല, ഓന് വെള്ളമല്ല, ഓന് ഞമ്മളെ ആട്ടുംപാല് തരാം. നല്ല നാട ആട്ടുംപാല്. വാ ഓനെ. ഓനെ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഞമ്മളാരാണെന്ന് ഓന് മനസ്സിലായ?
ഞമ്മളെ ആരിഫ ബീവി വന്നേ. നേരത്തെ ഓന് ഞമ്മള് വെള്ളം തരുമെന്ന് പറഞ്ഞില്ലേ? ഞമ്മള് വെള്ളം തരുമെന്ന് പറഞ്ഞാ ഞമ്മള് ആട്ടുംപാല് തരും. ഞമ്മള് ആട്ടുംപാല് തരുമെന്ന് പറഞ്ഞാ ഞമ്മള് ഒട്ടകത്തിന്റെ പാല് തരും. ഞമ്മള് ഒട്ടകത്തിന്റെ പാല് തരുമെന്ന് പറഞ്ഞാ ഞമ്മള് അസല് പശുവും പാല് പണി തരും. അതാണ് ഓനെ ഞമ്മള് ആരിഫ ബീവി. മോനെ ഞമ്മക്കേ ഒന്ന് ജംഗ്ഷൻ വരെ പോണവനെ. ഇനിയിപ്പോ എന്ത് കേറ്? മോന് വല്ല പ്രശ്നമുണ്ടാ? നമുക്ക് എന്തൊരു പ്രശ്നം കേറാത്ത നിങ്ങളെ നോക്കാണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു. കേറ്. കേറട്ടാ? ഓ കേറുന്നു. ഓന്റെ അമ്മ വല്ലതും പറയും. അതിനൊന്നും കാര്യമില്ല. കേറാത്ത എന്നാ ഞമ്മള് കേറട്ടാ? പിന്നെന്ത് കേറി? മോനെ എന്നെ അച്ചച്ചൊക്കെ ചെയ്തിരിക്കണേ. കേറി. എത്ര സ്ഥലം കിടക്കുന്നുണ്ട്. ഞാൻ ഓനെ ഓ ഓ ഓ എടുക്കോഞ്ഞി. Accende lumen sensibus, infunda amorem cordibus, infirma nostri corporis virtute firmans perpetis, postem repellas longus, pacem vedones propius. أنا شيطان أريد أن أقتل الجميع، أريد أن أشرب الدم، سوف أدمر العالم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
കർത്താവേ, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥമനമധർമ്മസ്യ തദാത്മനം ശ്രീജമ്യഹം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. വാ മോനെ, മോനിവിടെ നിൽക്കുന്ന എന്തിനു? വാ, എന്നാ കേര് കേര് മോനെ. നിങ്ങൾ നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് എല്ലാം വിശദീകരിച്ച് പറഞ്ഞുതരാം. കാരണം ഇപ്പോഴാകുമ്പോൾ എനിക്ക് അതിനെപ്പറ്റി എല്ലാം നല്ല ഓർമ്മയുണ്ട്. ഡോക്ടർ, ഞാൻ ഇന്ന് വല്ലാത്തൊരു സ്വപ്നം കണ്ടു. അതിന്ന് എനിക്ക് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ അതിൽ ട്രാപ്പായി പോയ കണക്കാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ എത്ര വിചാരിച്ചിട്ടും എനിക്ക് ആ സ്വപ്നത്തിൽ നിന്ന് പുറത്ത് വരാൻ കഴിഞ്ഞില്ല. അത്രയ്ക്കും ഭയാനകമായിരുന്നു. ഡോക്ടർ ഒരു ന്യൂറോനോട്ടിക് കൂടെ ആയതുകൊണ്ട് ഈ സ്വപ്നത്തെ പറ്റി എല്ലാം അറിയുന്നുണ്ട്. ഇതിലൊരു ക്ലാരിറ്റി കിട്ടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഞാനും ഒരു വ്യക്തിയും കൂടെ, എനിക്ക് മുൻപരിചയമില്ലാത്ത ഒരു വ്യക്തിയും കൂടെ റെയിൽവേ സ്റ്റേഷനിലൂടെ നമ്മൾ നടന്നുകൊണ്ട് വരികയായിരുന്നു. അപ്പോഴാണ് പിറകിൽ നിന്ന് ആരോ നമ്മളെ പിന്തുടരുന്നതായിട്ടൊരു ഫീൽ ഉണ്ടായത്. പെട്ടെന്ന് തന്നെ സ്വപ്നം ഫുള്ള് ബ്ലാങ്ക് ആയി. പിന്നെ നമ്മൾ കാണുന്ന കാഴ്ചയെന്ന് വെച്ചാൽ നമ്മളൊരു റൂമിലാണ്. നമ്മളെ കൈകൾ രണ്ടും കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മൂന്നാമതൊരു വ്യക്തിയും കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആ മൂന്നാമത്തെ വ്യക്തിയും എനിക്ക് അറിയാത്ത ആളായിരുന്നു. നമ്മളെ കെട്ടിയിട്ടിരുന്ന ആളെന്ന് വെച്ചാൽ ഒരു തലയൊക്കെ മുട്ടയടിച്ച് ഒരു ക്രൂരനായിട്ടുള്ള ഒരാളായിരുന്നു. അയാളൊരു വ്യത്യസ്ത സ്വഭാവക്കാരനായിരുന്നു. ആദ്യം കാണുന്നതെന്ന് വെച്ചാൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മളെ ഫ്ലോറൊക്കെ ക്ലീൻ ആക്കിപ്പിക്കുന്നു. ഒരു അധികം വൃത്തി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. നമ്മളെ കൊണ്ട് മുറിയൊക്കെ വൃത്തിയാക്കിപ്പിച്ച് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തു നമ്മളെ. പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ആ വ്യക്തി തന്നെ കുട്ടികളെ പോലെ പെരുമാറുന്നതാണ്. സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ വിട്ടിട്ട് കുട്ടികളെ പോലെ പെരുമാറി. അതായത് ആദ്യം കണ്ട സ്വഭാവമായിട്ട് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു സ്വഭാവമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നീട് അയാൾ ഡോക്ടറിൻ്റെ വേഷത്തിലാണ് വന്നത്. മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഭീതി പുലർത്തുന്ന രീതിയിലാണ് അയാൾ സംസാരിച്ചത്. പിന്നീട് അയാൾ ഒരു സ്ത്രീയുടെ വേഷത്തിൽ പർദ്ദയൊക്കെ ഇട്ടാണ് വന്നത്. എന്നിട്ട് അവിടെ ഇരുന്ന് നിസ്കരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. നിസ്കരിച്ച് കഴിഞ്ഞിട്ട് അയാൾ ആ സ്ത്രീ വേഷത്തിൽ നമ്മളെ വശീകരിക്കാൻ വരുന്ന പോലെയാണ് പെരുമാറിയത്. പെട്ടെന്നാണ് ഒരു കോളിംഗ് ബില്ലടിച്ചത്. പിന്നീട് അയാൾ കയറി വന്നത് ഒരു ഷെയ്ത്താനെ പോലെയായിരുന്നു. മുഖത്തിൻ്റെ പകുതി വികൃതമായിട്ട് ഒരു വിരൂപമായിട്ടായിരുന്നത്. അയാൾ പിന്നെ സംസാരിച്ച ഭാഷയെന്ന് വെച്ചാൽ അറബിക് ലാംഗ്വേജിലായിരുന്നു.
പിന്നെ സംഭവിച്ചത് ഡ്രീമിൻ്റെ വിഷ്വല് എന്തെന്ന് വെച്ചാൽ നമ്മൾ ആ റൂമിൻ്റെ അകത്തില്ല, ഷെയ്ത്താൻ അവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് ഷെയ്ത്താനെ കാണാം, പക്ഷേ നമ്മൾ ആ റൂമിൻ്റെ അകത്തില്ല. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. എനിക്കത് കണ്ടപ്പോൾ തന്നെ വല്ലാതായി. എനിക്ക് ആ സ്വപ്നത്തിൽ നിന്ന് ഇറങ്ങിയേ മതിയായിരുന്നു. പക്ഷേ എനിക്ക് എണീക്കാനും പറ്റുന്നില്ല, ഉറക്കത്തിൽ നിന്ന് എണീക്കാനും പറ്റുന്നില്ല. വല്ലാത്ത ഒരു ട്രാപ്പായിപ്പോയി ഞാൻ. ഈ സ്വപ്നം കണ്ടിട്ട് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലരൊക്കെ പറയാറുണ്ട് ഓരോ സ്വപ്നത്തിനും ഓരോ അർത്ഥങ്ങൾ കാണുമെന്ന്. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഡോക്ടറിന് ഇത് കേട്ടിട്ട് എന്താണ് മനസ്സിലായത്? നിങ്ങൾ പറഞ്ഞത് കേട്ടിടത്തോളം ഇത് ഡ്രീം ടെലിപ്പതി അല്ലെങ്കിൽ ടെലിപ്പതി ലൂസിഡ് ഡ്രീമിംഗ് ആണെന്ന് തോന്നുന്നു. നിങ്ങൾ ഈ പറഞ്ഞ മൊട്ടയടിച്ച വ്യക്തി ഞാൻ ട്രീറ്റ് ചെയ്യുന്ന സൈക്കാട്രിക് പേഷ്യൻ്റാണ്. നിങ്ങൾ മൂന്നുപേരും ഞാൻ ട്രീറ്റ് ചെയ്യുന്ന സൈക്കാട്രിക് പേഷ്യന്റിന്റെ ഡ്രീമിനുള്ളിൽ അകപ്പെട്ടിരിക്കുകയാണ്. അയാൾ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളാണ്. ഞമ്മള് ലത്തീഫ് ഉസ്താദ്, ഞമ്മളെ ബീവി ആരിഫ ബീവി. മക്കളെ സുന്നത്ത് ചെയ്ത മക്കളെ, ഞമ്മള് ചെയ്ത് തരാൻ ഞമ്മള് അവസാന മക്കളെ മക്കളെ ഇങ്ങോട്ട് വരി, ഞമ്മള് സുന്നത്ത് ചെയ്ത് തരാ, നല്ല അസലായിട്ട് ചെയ്ത് തരാ, നല്ല കരിക്ക് പറ്റുന്ന പോലത്തെ ഷേപ്പിൽ ചെയ്ത് തരാ, നല്ല ചെയ്ത് തരാ. ഞമ്മള് നല്ല രീതിക്ക് ചെയ്ത് തരാ. ഞമ്മളല്ലേ ഉസ്മാന്റെയും ജബ്ബാറിനെയും കരീമിനെയും റാഫിയെയും എല്ലാം സുന്നത്ത് ചെയ്തത്. Isha, Subahi, Zuhar, Asar, so remarkable. Thoughts in my head, a collage and they spread. I'll be great one. അദ്ദേഹവുമായി ഞാൻ മുന്നേ ഒരു സൈക്കോതെറാപ്പി നടത്തിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു വിഷമവുമില്ല. REM സ്റ്റേജ് അഥവാ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്റ്റേജ്, അതിലൂടെയാണ് സ്വപ്നങ്ങൾ നടക്കാറുള്ളത്. യൂഷ്വലി REM സ്ലീപ്പ് നടക്കുന്നത് ഉറങ്ങി ഒരു 90 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ന്യൂറോ സയൻസ് ആൻഡ് സൈക്കോളജി പ്രൊഫസറായിരുന്ന മാത്യു വോക്കർ നടത്തിയ എക്സ്പെരിമെന്റിൽ REM സ്ലീപ്പ് റിഡക്ഷൻ ഉണ്ടായാൽ കോംപ്ലക്സ് ഇമോഷൻസ് മനസ്സിലാക്കാനുള്ള എബിലിറ്റി കുറയും.
റോം യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ ക്രിസ്റ്റീന മർസാനോ 65 കുട്ടികളെ വെച്ച് ഒരു എക്സ്പെരിമെന്റ് നടത്തി. ഇലക്ട്രോ എൻസെഫലോഗ്രാഫി ടെസ്റ്റ് ഉപയോഗിച്ച് കുട്ടികളുടെ ബ്രെയിൻ വേവ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ ടെസ്റ്റിലൂടെ 4 തരത്തിലുള്ള ഇലക്ട്രിക്കൽ ബ്രെയിൻ വേവ്സ് ഉണ്ടെന്ന് മനസ്സിലായി. ഡെൽറ്റ, തീറ്റ, ആൽഫ, ബീറ്റ എന്നീ 4 തരത്തിലുള്ള ബ്രെയിൻ വേവ്സ് ആണുള്ളത്. ഒരു റെയർ ക്ലിനിക്കൽ കണ്ടീഷൻ ഉണ്ട്, ചാർക്കോട്ട് വിൽബ്രാൻഡ് സിൻഡ്രോം. അതൊരു ന്യൂറോളജിക്കൽ സിംറ്റമാണ്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വപ്നം കാണുവാനുള്ള എബിലിറ്റി കുറയും. ദൈവം സഹായിച്ച് നിങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രശ്നമൊന്നും ഇല്ലല്ലോ. ജൂലൈ 24 ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി എന്നറിയപ്പെടുന്ന ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹം ട്രീറ്റ് ചെയ്യുന്ന പേഷ്യൻറ്റിനെ സ്വപ്നം കണ്ടിരുന്നു. അപ്പോൾ ഞാനൊരു മാർഗം ചിന്തിച്ചു. ഒരുപക്ഷെ എന്നോട് തുറന്നു പറയാത്ത ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിലേക്ക് പ്രവേശിച്ച് അതുവഴി ഒരു ഇൻട്രാക്ഷൻ നടത്തി മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ ആ സ്വപ്നങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടാകാം. അതിൽ നിന്നും പുറത്തു വരാൻ വലിയ പ്രയാസമാണ്. ശൈത്താൻ വന്നപ്പോൾ മറ്റ് 2 പേർ ഡ്രീമിൽ നിന്ന് പാർഷ്യലി എണീറ്റിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവർ മറ്റേതെങ്കിലും ഒരു സ്വപ്നത്തിലേക്ക് പോയിട്ടുണ്ടാകാം. അതുമല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെപ്പോലെ തന്നെ അവരും സ്വപ്നത്തിൽ നിന്ന് പൂർണ്ണമായി എഴുന്നേറ്റിട്ടുണ്ടാകാം. അയാൾ നിങ്ങളുമായി എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചതായിരിക്കാം. ഉറങ്ങുക എന്നത് നിസ്സാരമായ കലയല്ല. അതിനു വേണ്ടി ഉണർന്നിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ അയാളുമായി സംസാരിച്ചിരുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള മുൻപരിചയമുണ്ടോ? ഇപ്പോൾ നായകന്മാരുടെ കാലമല്ല, വില്ലന്മാരുടെ കാലമാണ്. നെഗറ്റീവ് ഷെയ്ഡുകളുടെ കാലമാണ്. ഞാൻ നല്ലവനല്ല, ഞാൻ മോശപ്പെട്ടവനാ. ബൻബിർ കഹറമാനി ബേബിർ കുത്താദം. I'm a hero and a villain.